ഇപ്പോൾ നമുക്ക് ചില പ്രതികരണങ്ങൾ കൂടി കിട്ടുന്നുണ്ട്. അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഒരാളുടെ പ്രതികരണത്തിലേക്ക് നമുക്ക് പോകാം. അത് മൂന്നുമില്ല, അപ്പുറത്ത് വേറെ ഉണ്ടോ? പിന്നെ ഒരു ഷെഡ് ആ പാടത്തിന്റെ അറ്റത്ത് ഉണ്ട്. അത് അവിടെ ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല. അതിൽ കുറച്ച് മരുന്നുകൾ സ്റ്റോക്ക് ഉണ്ട്, അത് എനിക്കറിയില്ല. 2:40 ഉള്ളില് പെട്ടെന്നുള്ള ചൂടുകൊണ്ടായിരിക്കണം ഈ ഞാൻ നിൽക്കുന്നിടത്ത് തീ കെട്ടിയിട്ടുണ്ടാവും. ചൂടേ, കാരണം ഞാൻ തിരി എടുത്തിടുക ഇങ്ങനെ ഒരു ട്രിപ്പ് മറിച്ചിട്ട് കഴിഞ്ഞാൽ തിരി പെട്ടെന്ന് ഉണങ്ങും. അപ്പോഴാണ് പെട്ടെന്ന് ഒരു 5 മീറ്റർ അകലെ എന്നൊരടി ഇതെന്തേ നോക്കി ഞാൻ മറിയുമ്പോഴേക്കും ഞാൻ ഇട്ട തിരിയൊക്കെ തട്ടി. പിന്നെ എനിക്ക് മനസ്സിലായി ചലിച്ചു. ഞാൻ ഓടുമ്പോഴേക്കും ഈ ഇവിടെ നർവ് ഷെഡ് പൊട്ടി. അപ്പോഴേക്കും ഇവിടെ പൊട്ടി ഈ നർവ് ഷെഡ്. അങ്ങനെ 2 കണ്ടും മറിയുമ്പോഴേക്കും സ്റ്റോറും പൊട്ടി. പിന്നെ ഞാൻ നിന്നില്ല, ഞാൻ പറഞ്ഞില്ല. പിന്നെ ഞാൻ തിരിച്ച് പെണ്ണുങ്ങളുടെ അടുത്തേക്ക് വന്നെ എടുത്തു ഓടി. മലയാളികളല്ലാതെ ഇല്ലില്ല, ഒക്കെ നമ്മൾ മലയാളികളാണ്. വേറെ പുറമെന്ന് അങ്ങനെ ഇങ്ങനെയൊന്നുമില്ല. ഏറ്റവും വലിയ ഒരു വിഷമം എന്താ വെച്ചാൽ നമ്മൾ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു കെമിക്കലും മറ്റേ നിയമത്തിന് വിരുദ്ധമായിട്ടില്ല. അപ്പോൾ 99% ഈ തീ പോലുള്ള വേര് ചൂടായിട്ട് ഈ തിരി അല്ലെങ്കിൽ കടുമരുന്ന് തീ ഓൾറെഡി വെയിറ്റില്ലോ. തൃശ്ശൂർ പൂരത്തിനുള്ള എല്ലാ സാമഗ്രികളും ആ സാധനങ്ങളാണ് എല്ലാം. ഒരുവിധം സാമ്പിളിന് എല്ലാ സാധനങ്ങളും പൊതിഞ്ഞ് യാതൊരു കുഴപ്പമില്ല. ഇനി നാളത്തെ കഴിഞ്ഞാൽ നാളെ വൈകുന്നേരം ആകുമ്പോൾ സാമ്പിളിന്റെ ലോഡ് ചെയ്യാം. ഒരു വെപ്പറോൾ അതിലേക്കുള്ള സാമഗ്രികളെല്ലാം ഇപ്പോൾ എല്ലാ കാര്യം ഒരു വെപ്പറോളല്ലാതെ വളരെ ഭംഗിയായിട്ട് ചെയ്ത് കഴിയും. പക്ഷെ അതെല്ലാം ഇപ്പോൾ വെടിക്കെട്ടിൽ പോയി എന്നല്ലേ, എല്ലാം പോയി. ഇത് എന്താവും കാരണം തോന്നുന്നത്? കാരണം 99% ഈ കളത്തിൽ തിരിയാണ് ഞാൻ നിൽക്കുന്നിടത്ത് കത്തിയത്. ഒന്നിങ്ങെ ചൂടിന് ലെൻസ് പോലെ ഇതുമ്പോൾ ചെന്ന് അടിച്ചിട്ടാവണം. കാരണം ഈ കടിമരുന്ന്, കാരണം ഇത് വെയിലത്ത് കിടന്ന് ഉണങ്ങണം. അതെന്താ ഓൾറെഡി ചെയ്യണം. അപ്പം ഞാൻ നിൽക്കണോടത്ത് ഈ പെട്ടെന്നൊരു തീ പോലെ വന്ന് അടിച്ചതിൻ്റെ പേരാണ് ഞാൻ പറയുന്നത്. അത്ര മാത്രം. കാരണം എൻ്റെ ഈ കളത്തിൽ കിടക്കണോടത്ത് തിരി മാത്രമല്ല, തിരി കത്തിയത്. അതിപ്പോൾ എത്ര ചൂടായാലും ഏത് വേനൽക്കാലത്ത് തിരി വെയിലത്ത് കിടന്ന് ഉണങ്ങണം. പക്ഷെ ആദ്യം വന്നത് എൻ്റെ അടുത്ത്, ആ കളത്തിൽ എൻ്റെ അടുത്ത് തിരി കത്തിയത്. അപകടത്തിൽ നിന്ന് വളരെ അത്ഭുതകരമായി രക്ഷപ്പെട്ട വ്യക്തിയാണ് നമ്മളോട് സംസാരിച്ചത്. താനിട്ട തിരി ഉൾപ്പെടെ കത്തിപ്പോയി അവിടെ നിന്ന് ജീവനും കൊണ്ട് രക്ഷപ്പെട്ട് ഓടുകയായിരുന്നു എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. അതേസമയം തന്നെ മറ്റിടങ്ങളിലും മറ്റ് വെടിപ്പുരകളിലും തീ പടർന്നു എന്നതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അവിടെ 5 വെടിപ്പുരകൾ ഉണ്ടായിരുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇനിയും ഈ സ്ഫോടക വസ്തുക്കൾ അല്ലെങ്കിൽ ഈ വെടിമരുന്ന് നിറച്ചിട്ടുള്ള വെടിപ്പുരയുണ്ട്. അപ്പോൾ അവിടേക്ക് കൂടി അപകടം അല്ലെങ്കിൽ തീ പടരുമോ? ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന സ്ഫോടനം അങ്ങനെ ഒരു ഭീഷണി കൂടി ഉയർത്തുന്നുണ്ട്. എന്തായാലും അദ്ദേഹം അത്ഭുതകരമായി രക്ഷപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ ആഘാതം അദ്ദേഹത്തിനുണ്ട് എന്ന് തോന്നുന്നു. ചെവിയൊക്കെ പൊത്തിപ്പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തിന് ഇപ്പോൾ ജീവൻ തിരിച്ചു കിട്ടിയെങ്കിൽ പോലും ചികിത്സ ആവശ്യമായി വന്നേക്കാം. വലിയ ആഘാതം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ചെവിയൊക്കെ സംസാരിക്കുമ്പോൾ തന്നെ പൊത്തിപ്പിടിക്കുന്നത് നമുക്ക് കാണാം. വലിയ സ്ഫോടനമാണ് ഉണ്ടായിട്ടുള്ളത്. ആ ശബ്ദവും പ്രകമ്പനവും കിലോമീറ്ററുകൾ ദൂരേക്ക് വരെ എത്തിയിട്ടുണ്ട് എന്നതാണ് പറയുന്നത്. അദ്ദേഹത്തിന് ജീവൻ അവിടെ നിന്ന് തിരിച്ചു കിട്ടിയതിൻ്റെ ഒരു ആശ്വാസം ഉണ്ട്. അപ്പോൾ പോലും കുറച്ച് മിനിറ്റുകൾക്ക് മുൻപ് ഒപ്പമുണ്ടായിരുന്ന നിരവധി പേരുണ്ട്, സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞത്, നിയമവിരുദ്ധമായ ഒന്നും അവിടെ ഇതിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടില്ല എന്നൊരു കാര്യം കൂടിയാണ് പറയുന്നത്. ഈ ചൂടേറ്റ് തന്നെ ആയിരിക്കാം ഇതിന് തീ പിടിച്ചത്. പക്ഷേ ഇത് വെയിലത്തിട്ട് ഉണക്കാതെ ഇതിൻ്റെ നിർമ്മാണ പ്രക്രിയ പൂർത്തിയാകില്ല എന്നുകൂടി പറയുന്നു. നമ്മൾ ദൃശ്യങ്ങളിൽ ഒരു ഭാഗത്ത് കാണുന്നത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അവിടേക്ക് എത്തുന്നു എന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. നേരത്തെ മുതൽ തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഒക്കെ അവിടെ ഉണ്ട്. പക്ഷേ അവർക്കൊന്നും ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് അവിടേക്ക് അടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. ഇപ്പോൾ മന്ത്രി വീണ ജോർജ് തൃശ്ശൂരിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു. നേരത്തെ നമ്മളോട് സംസാരിച്ച മന്ത്രി കെ രാജൻ, അദ്ദേഹവും ഇപ്പോൾ യാത്രാമധ്യയാണ് നമ്മളോട് സംസാരിച്ചത്. മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ സംഭവസ്ഥലത്തേക്ക് എത്തുകയാണ്. മെഡിക്കൽ കോളേജിലും ജില്ലാ ആശുപത്രിയിലും കൂടുതൽ ICU ബെഡുകൾ സജ്ജമാക്കുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. സ്ഥിതിഗതികൾ വിലയിരുത്തി വരുന്നതായി ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നു. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ എമർജൻസി ഓപ്പറേഷൻ സെന്ററിന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ് എന്നതാണ് അവർ അറിയിക്കുന്നത്. സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ ആവശ്യമായ സഹായങ്ങളും നിർദ്ദേശങ്ങളും നൽകുകയാണ് എന്നതും അറിയിക്കുന്നു. എന്തായാലും
വെടിക്കെട്ട് അപകടം എങ്ങനെ ഉണ്ടായി എന്നതിൻ്റെ ചോദ്യങ്ങൾ ഉയരുകയാണ്. നേരത്തെ നമ്മളോട് സംസാരിച്ച രക്ഷപ്പെട്ട തൊഴിലാളി പറയുന്നത് തീ കടുത്ത വെയിലായിരുന്നു, ആ വെയിലിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ തീ ഉണ്ടായതാകാം എന്നതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഇത് സംബന്ധിച്ച് മജിസ്റ്റീരിയൽ തല അന്വേഷണത്തിന് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു എന്ന വിവരമാണ് വരുന്നത്. അപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുമ്പോൾ തന്നെ എങ്ങനെ ഈ അപകടമുണ്ടായി എന്നതിൻ്റെ അന്വേഷണത്തിലേക്ക് കൂടി കാര്യങ്ങൾ നീങ്ങുകയാണ്. അപകട കാരണവും അനന്തര ഫലങ്ങളും വിശദമായി അന്വേഷിക്കുന്നതിന് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റായ തൃശൂർ RDOയെ ചുമതലപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ കളക്ടറുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. കളക്ടർ ശിഖ സുരേന്ദ്രൻ അതിനുള്ള ഉത്തരവിട്ടിരിക്കുന്നു. എങ്ങനെ ഈ അപകടമുണ്ടായി എന്നതിൻ്റെ പരിശോധന കൂടി ആരംഭിച്ചിരിക്കുകയാണ്. അതേസമയം ഇപ്പോഴും രക്ഷാപ്രവർത്തനം ദുഷ്കരമായി തുടരുകയാണ്. അവിടേക്ക് രക്ഷാ ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അവിടേക്ക് എത്താൻ കഴിയുന്നില്ല എന്നതാണ് സാഹചര്യം. ഇതിനോടകം 6 മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. ഏതാണ്ട് 18 പേരെ ഗുരുതര പരിക്കുകളോടെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. അവർക്കുള്ള ചികിത്സയ്ക്ക് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും അവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. ഈ വിദഗ്ധരായ ഡോക്ടറുടെ സേവനം ഉറപ്പുവരുത്തുന്നതിനുള്ള നടപടികൾ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. സംസ്ഥാനത്തിന് പുറത്തുള്ളവരുടെ സേവനം ഉറപ്പുവരുത്തണമെങ്കിൽ അതിനുള്ള സാധ്യത കൂടി പരിശോധിക്കാനുള്ള നിർദ്ദേശമാണ് മുഖ്യമന്ത്രി നൽകിയിട്ടുള്ളത്. ഇപ്പോൾ കോഴിക്കോട് നിന്നും ഒപ്പം തന്നെ കോട്ടയത്ത് നിന്നും വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം തൃശ്ശൂരിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം കൂടി വരികയാണ്. രക്ഷാപ്രവർത്തനം വെല്ലുവിളിയായി തുടരുന്നു എന്നതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം. ഈ അപകടം നടന്ന് 2 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. അവിടേക്ക് രക്ഷാപ്രവർത്തകർക്ക് എത്താൻ പറ്റുന്നില്ല. അവിടെ തുടർ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നത് വലിയ വെല്ലുവിളിയായി തുടരുന്ന സാഹചര്യമാണ് ഏറ്റവും വിഷമിപ്പിക്കുന്നതും ഏറ്റവും വെല്ലുവിളിയായി തുടരുന്നതും. പാടത്തിലെ ബണ്ട് പൊട്ടിച്ചുകൊണ്ടാണ് ഇവിടേക്ക് ഫയർഫോഴ്സിന് എത്താൻ പറ്റിയത്. മതിലും ബണ്ടും ഒക്കെ പൊട്ടിച്ചാണ് ഫയർഫോഴ്സ് യൂണിറ്റിന് അവിടേക്ക് എത്താൻ പറ്റിയത്. ദൂരെ നിന്നുകൊണ്ട് സാധ്യമാകുന്ന രീതിയിൽ തീയണയ്ക്കാനും മറ്റുമൊക്കെയുള്ള ഇടപെടലുകളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അവിടേക്ക് സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കൂടുതൽ കാര്യക്ഷമമായ രക്ഷാപ്രവർത്തനത്തിന് ഉള്ള ഇടപെടലുകളും നടക്കുന്നുണ്ട്. അതിനുവേണ്ടിയാണ് എറണാകുളത്ത് നിന്ന് റോബോട്ടിക് ഫയർ ഫൈറ്റിംഗ് വെഹിക്കിൾ സ്ഥലത്തെത്തിക്കാനുള്ള നീക്കം തുടങ്ങിയിരിക്കുന്നത്. എറണാകുളത്ത് നിന്ന് ഈ സംവിധാനം പുറപ്പെട്ടിരിക്കുന്നു എന്നതാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. ഒപ്പം കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകളും സംഭവ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്നത് രാവിലെ ഉള്ള ഈ മുണ്ടത്തിക്കോട് ഈ വെടിപ്പുരയിലെ രാവിലത്തെ ദൃശ്യങ്ങളാണ്. നമുക്ക് ആ അപകടത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട വ്യക്തിയെ ഉൾപ്പെടെ ആ ദൃശ്യങ്ങളിൽ കാണാം. പല തരത്തിലുള്ള ഈ വെടിക്കെട്ടിനുള്ള സാമഗ്രികൾ അവർ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരു സ്ത്രീയെ നമുക്ക് കാണാം. ഇതാണ് അദ്ദേഹം പറഞ്ഞ തിരി. ആ തിരി താൻ ഉണക്കാനായിട്ട് ഇട്ടു. താൻ അവിടെ വെച്ച അതിൽ തീ പടരുന്നത് കണ്ട് ഓടുകയായിരുന്നു. പിന്നീട് ഇങ്ങനെ വലിയ സ്ഫോടനങ്ങൾ അവിടെ നടന്നു എന്നത് അദ്ദേഹം സൂചിപ്പിച്ചു. അദ്ദേഹം ആ തിരി ഉണ്ടാക്കി അത് ഉണക്കാനിടുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ അതിൽ കണ്ടതാണ്. പലതരത്തിൽ നമ്മൾ മാനത്ത് ഇതുണ്ടാക്കുന്ന വർണ്ണവിസ്മയങ്ങൾ മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ വളരെ ദുർഘടമായ അല്ലെങ്കിൽ അപകടം പിടിച്ച പരിപാടികളാണ്, പണികളാണ്. അതിലേർപ്പെട്ടിരിക്കുന്ന മനുഷ്യരെയാണ് നമ്മൾ കാണുന്നത്. ഏതു നിമിഷവും ഒരു അപകടം ഉണ്ടാകാനുള്ള സാധ്യത എന്നത് അവർക്കുണ്ട്. തങ്ങൾ ചെയ്യുന്ന പണി അത്രമാത്രം ദുഷ്കരമായ പണിയാണെന്നൊക്കെയുള്ള ബോധ്യമുണ്ടായിട്ടും അവർ അതിൽ ഏർപ്പെട്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഈ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.